hello and welcome back to our channel Names World. So, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ആൻഡ് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് നമ്മുടെ പോസ്റ്റ് പാർട്ടം പീരീഡ് ആണ്. ഞാൻ എന്റെ പ്രഗ്നൻസി സ്റ്റോറിയും ഡെലിവറി സ്റ്റോറിയും ഒക്കെ പറഞ്ഞിരുന്നു പോസ്റ്റ് പാർട്ടം പീരീഡ് ആണ് എനിക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്ത ആ 90 ദിവസങ്ങളാണ് എന്റെ ലൈഫെ മാറ്റിമറിച്ച, എന്റെ ചിന്താഗതികളെ മാറ്റിമറിച്ച ഒരു സമയം. അധികം വാചകടിച്ച സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. ആൻഡ് അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എന്നെ കാണുന്നെങ്കിൽ എന്റെ പേര് നിമ. സോ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുമ്പോൾ അതിനടുത്തുള്ള ആൾ കൊടുത്ത് എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാനായിട്ട് പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആൻഡ് പോസ്റ്റ്മോർട്ടം പീരീഡ് ഡിസംബർ 10th എന്റെ ഡെലിവറി കഴിഞ്ഞു. ഡെലിവറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്ന വരെയുള്ള കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് എത്തി. ഞാൻ എന്റെ വീട്ടിലേക്കല്ല, ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് തന്നെയാണ് വന്നത്. എന്റെ അപ്പനമ്മയും കൊറോണയായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. സോ ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് തന്നെയാണ് വന്നത്. ഹസ്ബൻഡിന്റെ വീട്ടിലെത്തി. അപ്പൊ ഞങ്ങൾ വരണ നേരത്തെ തന്നെ അപ്പച്ചൻ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പച്ചൻ ഫുഡൊക്കെ മീൻകറിയൊക്കെ വെച്ച്, അപ്പച്ചൻ നന്നായി കുക്ക് ചെയ്യുന്ന അറിയാലോ. അപ്പൊ അപ്പച്ചൻ മീൻകറിയൊക്കെ ഉണ്ടാക്കി. പിന്നെ പഴം, അങ്ങനെ എനിക്ക് കഴിക്കാൻ പാടുള്ള അല്ലെങ്കിൽ എനിക്ക് ഇത്തിരിയും കൂടെ ബെനിഫിഷ്യൽ ആവുന്ന ഉറപ്പുള്ള കുറെ ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് അപ്പച്ചൻ സെറ്റ് ആയിട്ടാണ് നിൽക്കണ്ടായിരുന്നെ. വന്നു, അങ്ങനെ തന്നെ അവളെ വാങ്ങിച്ചു. ഞങ്ങൾ കുഞ്ഞൊരു പ്രാർത്ഥനയൊക്കെ ചൊല്ലി. ആൻഡ് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്കിപ്പം ഹോസ്പിറ്റലിൽ വെച്ച് എന്തെങ്കിലും ഒരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്താൽ നഴ്സുമാരൊന്നും ചെയ്തെന്നില്ല, അറ്റ്ലീസ്റ്റ് ചെന്ന് പറയാനായിട്ടൊരു സ്ഥലമുണ്ട്. പക്ഷെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ ആകെ ബ്ലാങ്ക് ആയിരുന്നു. പോരാത്തതിന് അന്ന് ഇവൾക്ക് BCG വാക്സിൻ എടുത്തിരുന്നു. സോ അറിയാത്ത അമ്മമാർക്കായിട്ട് പറഞ്ഞു തരികയാണ്, BCG വാക്സിൻ എന്നല്ല, എന്ത് വാക്സിൻ കുട്ടികൾക്ക് എടുത്താലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മുടെ അടുത്ത് ഒരു വാമോള്, അതായത് പാരസെറ്റമോള് ഡ്രോപ്സ് കുട്ടികൾക്ക് കൊടുക്കും. അത് കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് പറയാ. ബട്ട് അത് ഏറ്റവും വലിയ പ്രശ്നമാണ്. കുട്ടികൾക്ക് ആ ഇഞ്ചക്ഷൻ എടുത്താൽ വിത്തിൻ ഹാഫ് ആൻ അവർ നമ്മൾ ഫീഡ് ചെയ്യുക, മരുന്ന് കൊടുക്കുക. ഇനിയിപ്പം കുട്ടിക്ക് പാല് വേണ്ട എന്നുണ്ടെങ്കിൽ ഫീഡ് ചെയ്യണമെന്നില്ല, നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പാരസെറ്റമോൾ ഡ്രോപ്സ് കൊടുത്താലും അത് കുട്ടിക്ക് വളരെ യൂസ്ഫുൾ ആവുകയുള്ളൂ. അല്ലെങ്കിൽ പനിച്ചതുള്ളും കുട്ടിക്ക്. എനിക്ക് എന്താണെന്ന് ഞങ്ങൾക്ക് അവിടെ ഡോക്ടർമാര് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ കൊടുത്തില്ല. ഇവിടെ വന്ന് വൈകുന്നേരമൊക്കെ ഇവിടെ വന്ന വശം നഴ്സുമാർ അവളെ പ്രോപ്പറായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇവിടെ വന്നിട്ട് അമ്മച്ചിയാണ് ഞങ്ങൾക്ക് ബാക്കിൽ വർക്ക് ഏരിയയിൽ പാത്രം കഴുകാനായിട്ട്, എന്റെ ഒരു ഏരിയ ആണ് അത്. ആ സ്ലാബും അവളെ കിടത്തി, നമ്മുടെ പാതിമ്പുറം എന്ന് പറയും ഞങ്ങള് തൃശ്ശൂർക്കാര്, പാതിമ്പുറത്ത് അവളെ കിടത്തി വൃത്തിക്ക് തുടച്ചെടുക്കണത്. അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ അടുത്ത് വരാനായിട്ട് പറഞ്ഞത്. ചേച്ചി ഒരു 2 ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. രാത്രി ഒരു 9 മണി ആയപ്പോ തൊട്ട് കുട്ടി നിർത്താതെ കരയും. അതായത് അവൾക്ക് ഒരു ഉച്ച നേരത്തെ വാക്സിൻ എടുത്തത്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും കുട്ടിക്ക് ടെമ്പറേച്ചർ വന്നു തുടങ്ങി. പിന്നെ കുട്ടി കരച്ചില് നിർത്തുവോ? നമ്മള് എന്താ പറയാ, തലവേദന എടുത്തു തുടങ്ങി. ലാസ്റ്റ് ഇവൾക്ക് ഞാൻ ഇങ്ങനെ കിടത്തി പാല് കൊടുക്കുക, അങ്ങനെ പാല് കുടിച്ചോണ്ടേ അവള് കിടക്കുക, എന്നാൽ മാത്രം അവള് കരച്ചില് നിർത്തുള്ളൂ. നമുക്കാണെന്ന് വെച്ചാൽ എനിക്ക് എന്റെ ഡെലിവറി സ്റ്റോറി കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇതിന്റെ താഴെ എന്റെ ഡെലിവറി സ്റ്റോറിയുടെ ലിങ്ക് മെൻഷൻ ചെയ്യാം, എല്ലാവരും അത് കാണണം. അതിൽ ഞാൻ പറയുന്നുണ്ട് എന്റെ ഡെലിവറി എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എന്ന്. സോ അത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ഡെലിവറി കഴിഞ്ഞ് സെക്കൻഡ് ഡേ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുക എന്ന് പറഞ്ഞാൽ 4 hours, അതായത് ഞാനൊരു പുലർച്ചെ മൊത്തം അങ്ങനെ കിടന്നു. അല്ലെങ്കിൽ കുട്ടി ഇറങ്ങുന്നില്ല. ഇവർക്ക് രണ്ടുപേർക്കും, ചേട്ടനും അമ്മച്ചും അന്ന് എന്റെ അടുത്ത് തന്നെയാണ് കിടന്നത്. അന്ന് എന്താ പറയാ, ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇനി ഇതിന്റെ ഇടയിൽ ചേട്ടന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, എന്റെ ഡെലിവറിക്ക് ശേഷമുള്ള ഒരു 5-10 ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹസ്ബൻഡ് എന്നുള്ള ഫീൽ എനിക്ക് കിട്ടുന്നത്. ഹസ്ബൻഡ് എന്നല്ല, എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, എന്റെ ഒരു കെയർ ടേക്കർ. എനിക്ക് അറിയില്ല എങ്ങനെയാണ് ഞാനത് പറഞ്ഞ് ഫലിപ്പിക്കേണ്ടതെന്ന്. ബിക്കോസ് എന്റെ ഡെലിവറി കഴിഞ്ഞ് വന്ന് ആദ്യത്തെ നമ്മളെ കുളിപ്പിക്കാൻ നമ്മുടെ അമ്മമാരാന്ന് പറയും. എന്റെ അമ്മ ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല. സോ അമ്മച്ചി കൊച്ചിന്റെ കാര്യങ്ങളും ഒക്കെ അമ്മച്ചിക്ക് നോക്കലാകുമ്പോൾ എന്നെയും കൂടെ അത്ര ശ്രദ്ധിക്കാൻ പറ്റില്ല. ബട്ട് ചേട്ടൻ ഒരു മടിയില്ലാതെയാണ് എന്നെ വന്ന് കുളിപ്പിക്കണതും എല്ലാ കാര്യങ്ങളും ചേട്ടനാ ചെയ്തത്. ഞാൻ തന്നെ വണ്ടറടിച്ചിരുന്നു പോയിട്ടുണ്ട്. ആദ്യത്തെ ഹോസ്പിറ്റലിലെ 2 ദിവസം ആ ചേച്ചി വരുന്നവരെയും എന്നെ കുളിപ്പിച്ചിരുന്നത് ചേട്ടനാണ്. അതുപോലെ രാത്രി എന്റെ അടുത്ത് വന്ന് കിടക്കും. ഈ പണ്ടത്തെ ആൾക്കാർ പറയും 7ാം മാസം തൊട്ട് 90 കഴിയുന്നവരെ, പ്രസവിച്ച് 90 കഴിയുന്നവരെ ഭർത്താക്കന്മാരെ അടുപ്പിക്കാനേ പാടില്ലാണ്. എങ്കിൽ ഞാൻ പറയുന്നു അത് വെറും തെറ്റായ ധാരണയാണ്. നിങ്ങളുടെ ഹസ്ബൻഡിന് വിവരവും വിദ്യാഭ്യാസവും വിവേകവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കിടത്താം. കാരണം എനിക്ക് ചേട്ടൻ എന്റെ അടുത്തുണ്ടായിരുന്നതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയ ആശ്വാസമായിരുന്നത്. എത്ര പെയിൻ ഉണ്ടെങ്കിലും എന്റെ പെയിനെ റെഡ്യൂസ് ചെയ്യിക്കാനായിട്ട് ഒരുപാട് ചേട്ടൻ ആ ടൈമിൽ, നമുക്ക് ആ ഇനീഷ്യൽ ടൈമിലാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത്. അങ്ങനെ ചേട്ടൻ ആ റൂമിൽ കിടന്നു. അവൾ കരയുമ്പോഴൊക്കെ ചേട്ടൻ ഉണർന്നിട്ട് ചേട്ടൻ അവളെ എടുത്ത് തട്ടിക്കൊടുക്കലും ഒക്കെ ചേട്ടൻ ചെയ്തിരുന്നു. എനിക്ക് പറ്റുന്നില്ല, അതായത് കുറെ നേരം ഇങ്ങനെ കിടന്നപ്പോൾ എനിക്ക് വേദന എടുത്ത് തുടങ്ങി. അങ്ങനെ രാവിലെ തന്നെ അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എനിക്ക് ഇൻവേർട്ടഡ് നിപ്പിളിന്റെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഞാൻ നിപ്പിൾ ഷീൽഡ് വെച്ചിട്ടാണ് അവളെ ഫീഡ് ചെയ്തിരുന്നത്. അപ്പം ആ നിപ്പിൾ ഷീൽഡ് വെച്ചാലും അവൾക്ക് വിശപ്പ് മാറാനുള്ള പാല് കിട്ടിയിരുന്നില്ല എന്ന് മനസ്സിലായപ്പം അന്ന് രാവിലെ 8 മണിക്ക് ഇവിടെ മെഡിക്കൽ ഷോപ്പ് തുറക്കും.
8 മണിക്ക് ചേട്ടൻ എഴുന്നേറ്റ് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഈ നമുക്ക് പാൽകുപ്പില്ലേ, ഫീഡിംഗ് ബോട്ടിൽസ് ഒക്കെ ചേട്ടൻ മേടിച്ചിട്ട് വന്നു. അങ്ങനെ ചേട്ടൻ തന്നെയാണ് കുട്ടീനെ എടുത്തത്. അതായത് ജനിച്ചിട്ടുള്ള കുട്ടീനെ എടുക്കലും പാല് ഞങ്ങൾ അന്ന് അപ്റ്റാമിലാണ് യൂസ് ചെയ്തിരുന്നത്. അപ്റ്റാമിൽ കലക്കി അവൾക്ക് കൊടുത്തിരുന്നത് ഒക്കെ ചേട്ടനാണ്. എനിക്ക് ആ ടൈമിൽ ഒന്നിനും വയ്യായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ആകെ ഒരു മാതിരിയുള്ള ഒരു അവസ്ഥയായിരുന്നു. എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല, എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നണില്ല, ഒരുമാതിരി ഫെഡപ്പ് സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു 5 ദിവസം ആവാറായപ്പോഴാണ്, വ്യാഴാഴ്ച ഞാൻ പ്രസവിച്ച് തിങ്കളാഴ്ച ആയിട്ടാണ് എന്നെ നോക്കുന്ന ചേച്ചി വന്നത്. അതൊരു ചേച്ചി ആയിരുന്നില്ല, അതൊരു രക്തരക്ഷസായിരുന്നു. എന്റെ ദൈവമേ, അത് വന്നു കഴിഞ്ഞിട്ട് പ്രസവിച്ച് ഇമ്മാതിരി, അതിന് ഈ വാക്വം ഡെലിവറി, വയസ്സായിട്ടുള്ള ഒരു സ്ത്രീയാണ്, അതിന് ഈ വാക്വം ഡെലിവറി എന്താ, ഒരു മണ്ണാങ്കട്ടി അറിയില്ല, പുതിയ സ്റ്റിച്ച് എന്താണ്, പുതിയ മോഡൽ സ്റ്റിച്ച് എന്തോ ഒന്നും അതിനറിയില്ല. ഞാൻ കൂടെ പറമ്പ് പണി അറിയാം, നമുക്ക് 5 ആവശ്യത്തിന് പറമ്പുണ്ട്. അപ്പൊ അത് ആ പറമ്പിൽ നിന്ന് കുട്ടീനെ എടുക്കാനോ കുട്ടിയുടെ കാര്യം ചെയ്യാനൊന്നും അതിന് ഒരു ഇൻട്രസ്റ്റും ഇല്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വട്ട് വന്നിട്ടുണ്ട്. അതെന്നെ ആദ്യത്തെ ദിവസം തന്നെ വന്ന് കുളിപ്പിക്കുകയാണ്. അപ്പൊ അന്നത്തെ ദിവസമാണല്ലോ നമ്മൾ ഇവർ വന്നിട്ടാണല്ലോ കഷായങ്ങൾ. അപ്പൊ എനിക്ക് ഈ ഗോൾ ബ്ലാഡറിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്ക് ആയുർവേദ ട്രീറ്റ്മെന്റുകളൊന്നും, അതായത് പ്രസവരക്ഷ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് അതിൽ തന്നെ സർട്ടൈൻ ഈ നെയ്യും അങ്ങനത്തെ ഒക്കെ കുറവുള്ള കുറച്ച് കാര്യങ്ങൾ, ഉള്ളിലേഹ്യത്തിൽ തന്നെ നെയ്യും ഇതൊന്നും ഇടാതെയാണ് ഉള്ളിലേഹ്യം ഉണ്ടാക്കുക. അതുപോലെ ഉലുവനീര് കുടിക്കുക, ഉലുവയും ശർക്കരയും കൂടിയിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അതൊക്കെ ഞാൻ അങ്ങനെ കുടിക്കുകയായിരുന്നു, ലേഹ്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഉള്ളി മൂപ്പിച്ച ചോറ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ കഴിച്ചിരുന്നത്. അപ്പം കഷായം എനിക്ക് 2 എണ്ണം കുടിക്കാനുണ്ടായിരുന്നു. പിന്നെ എണ്ണ തേച്ചിട്ട് കുളി, അതാണ് ഉണ്ടായിരുന്നത്. ഈ ചേച്ചിയും എന്തോ നാൽപ്പാമരോ അങ്ങനെ എന്തോ ഇട്ടിട്ടാണ് ഈ വെള്ളം തിളപ്പിക്കുക. ഈ വെള്ളം കൊണ്ട് വെച്ചിട്ട് പ്രസവിച്ച 6 ദിവസമായിട്ടുള്ളൂ അതിനോട് മുക്കി ഒഴിച്ച് കുളിക്കാൻ, എന്നാലാണ് ആരോഗ്യം വരുള്ളൂ എന്ന്. അപ്പൊ ഞാൻ ഓർത്തു എന്ത് കണ്ടിട്ട് ഇവർ ഈ പറയണേന്ന്. പിന്നെ നമുക്ക് ഇതിനെ കുറിച്ച് വലിയ വിവരമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ ഇവർ പറയണ പോലെ ചെയ്തു. പക്ഷെ ഞാനങ്ങ് ആകെ വയ്യാതെയായി തുടങ്ങി. അപ്പോഴാണ് ഞാൻ അമ്മച്ചിയോട് ചോദിക്കണത്. അപ്പൊ അമ്മച്ചി പറഞ്ഞു അങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്യണ്ടേന്ന്. അങ്ങനെ പിന്നെ ഈ പെണ്ണ് ചെയ്യുന്ന ഓരോ കാര്യം, രാത്രി കുട്ടീനെ നോക്കില്ല, പകല് മൊത്തം പുറംപണി ചെയ്യും. എന്നെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആളകത്തേക്ക് കാണി. പകല് മൊത്തം ഞാൻ തന്നെയാണ്, അമ്മച്ചി ഞാനായിട്ട് കുട്ടിയെ നോക്കുന്നത്. രാത്രി അമ്മച്ചിയും കൂടെ എന്റെ അടുത്ത് കിടന്ന് നോക്കാൻ കളയേണ്ട കാര്യമില്ലല്ലോ. ഈ ചേച്ചിക്ക് കിടക്കാനായി നമ്മുടെ റൂമിൽ തന്നെ ഒരു കട്ടിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചേച്ചി അതിൽ കിടക്കും, ഉറങ്ങും. ഇവള് രാത്രി കരഞ്ഞാൽ, ഇവൾക്ക് എന്ത് വന്നാലും ഞാൻ തന്നെ എടുത്ത് ഇവളെ നോക്കണം. ഈ ചേച്ചി തിരിഞ്ഞു നോക്കി ഇവളെ അല്ലാതെ പൊളിച്ച് കരഞ്ഞാലും. എനിക്ക് ആദ്യത്തെ ഒരു കുറച്ച് ദിവസം ആണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായത്. എനിക്ക് തീരെ പറ്റാതെയായി. എനിക്ക് ആകെ ഡിപ്രഷൻ അടിച്ച പോലെ, ഞാൻ ആകെ കരച്ചിലും ബഹളമൊക്കെ ആയി. അങ്ങനെ ഞാൻ ചേട്ടനോടും അമ്മച്ചോടും ഇങ്ങനെ പ്രശ്നം എനിക്ക് പറ്റുന്നില്ല, രാത്രി ഇങ്ങനെയാണ് ഈ പെണ്ണ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പം ചേട്ടൻ ഒരു ദിവസം നിന്ന് ഒബ്സർവ് ചെയ്തു ഇവർ എന്തൊക്കെയാ ചെയ്യണത് എന്നുള്ളത്. ഇങ്ങനെയാണ് എന്ന് കണ്ടപ്പോ ചേട്ടനും അമ്മച്ചിയും കൂടി നോക്കാന്ന് ചേച്ചിയുടെ അടുത്ത്, ഇങ്ങനെയായാലും ശരിയാവില്ല, മൂക്കറ്റം തിന്നും ചെയ്യൂട്ടോ, നമുക്ക് ഭക്ഷണം കൊടുക്കുന്നതിനോ പൈസ കൊടുക്കുന്നതിനോ യാതൊന്നിനും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, പക്ഷെ പറഞ്ഞ പണി അത് വൃത്തിക്ക് ചെയ്യണമല്ലോ. അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. എന്നെ അത്രമാത്രം അത് തളർത്തി, ശാരീരികമായിട്ട് മാനസികമായിട്ട്. എന്നിട്ട് എന്റെ മോള് 3 കിലോ ഉണ്ടെന്ന് പറഞ്ഞാലും അവള് ഭയങ്കര ലീനായിരുന്നു, ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പ്രസവിച്ചിട്ട് എനിക്ക് എന്റെ കുട്ടീനെ കണ്ടിട്ട് 3 കിലോ ഉണ്ടെന്ന് ഡോക്ടർമാർ പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. അത്രയ്ക്ക് കുഞ്ഞതായിരുന്നു. 2,700 ഒരു കുട്ടിയുടെ വലിപ്പം പോലും ഇവളുണ്ടായിരുന്നില്ലേ, തടി വെച്ചിട്ട്. പക്ഷെ ഇവള് നല്ല നീട്ടം ഉണ്ടായിരുന്നു. ഇവൾക്ക് ബോൺ വെയിറ്റ് ആണ് കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പൊ കാണുമ്പോ തടിയില്ല. എന്നിട്ട് ഈ പെണ്ണ്, നീ പ്രസവിച്ചത് എന്ത് കുട്ടിയാണ്, ഇതിനെ കാണാനൊരു വൃത്തിയില്ലല്ലോ, ഇത് തടിയില്ലല്ലോ, നിനക്ക് ഇവൾക്ക് പാല് കൊടുക്കാനായിട്ട് ശരിക്കും പറ്റുന്നില്ലല്ലോ. അങ്ങനെ പിന്നെ ഒരു പ്രശ്നം ഉണ്ടായത് എന്താ വെച്ചാല്, എനിക്ക് ഇൻവേർട്ടഡ് നിപ്പിളാണ്, ബട്ട് എനിക്ക് നല്ല പോലെ പാലുണ്ട്. അപ്പം രാത്രിയൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ സൈഡൊക്കെ ചെറിഞ്ഞ് കിടക്കുമ്പോൾ എന്റെ നൈറ്റിയിലൊക്കെ മുഴുവൻ നമുക്ക് എന്താ പറയാ ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞത്. വേദനയും ഒക്കെ ആ ഒരു അസ്വസ്ഥതയായിരുന്നു ആദ്യത്തെ ഒരു സമയങ്ങളിൽ. അപ്പൊ ഞാന് മറ്റേ ബ്രസ്റ്റ് പമ്പ് വെച്ചിട്ടാണ് പാലെടുത്തിട്ട് ഇവൾക്ക് കൊടുത്തിരുന്നത്. കാരണം നിപ്പിൾ ഷീൽഡ് വെച്ചാലും ഇവൾക്ക് നന്നായി വലിച്ചു കുടിക്കാനുള്ളതുണ്ട്. അപ്പൊ നമ്മൾ ഈ നിപ്പിൾ ഷീൽഡും അതൊക്കെ വെച്ചിട്ടാകുമ്പോൾ കുട്ടിക്ക് അധികം അവൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടുന്നു. ഇവൾക്ക് വെച്ചാൽ നല്ല ഇൻട്രസ്റ്റും ഉണ്ട്. അപ്പൊ ഭയങ്കരമായിട്ട് ബഹളം വെച്ചിട്ട് ഇവൾക്ക് ഇങ്ങനെ തുപ്പൽ ഇങ്ങനെ നമ്മുടെ ഫിക്സിന്റെ ഒരു മിനി ഇതുപോലെ വരിക. അപ്പൊ ഡോക്ടർമാർ പറഞ്ഞു കുട്ടിക്ക്, അതായത് അവൾക്ക് അത്രയും ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾ വാശി പിടിപ്പിക്കരുത്, ഫിക്സ് പോലെ വരുന്നു പറഞ്ഞു. അപ്പൊ എനിക്ക് അതുകൊണ്ട് എന്താ പറയുക, ഞാൻ നല്ല വേദനയാണ്. ഞാൻ ചിലപ്പോൾ സിറിഞ്ച് വെച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കും, അല്ലെങ്കിൽ ബ്രസ്റ്റ് പമ്പ് വെച്ചിട്ട് എടുക്കും, പിഴിഞ്ഞെടുക്കും. അപ്പൊ ഇത് മൂന്നും ഞാൻ അറ്റ് എ ടൈം ചെയ്യുമ്പോൾ എനിക്ക് എന്താ പറയാ ബ്രസ്റ്റ് ഏരിയയിലും ഭയങ്കര പെയിൻ ആയിരുന്നു. ഒപ്പം തന്നെ അതിന്റെ സ്റ്റിച്ച് ഈ പെണ്ണിങ്ങനെ പിന്നെ ഈ പെണ്ണ് ചെയ്തിരുന്ന വേറൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ, എന്നെ കൊണ്ട് വെള്ളം എടുത്ത് കുളിപ്പിക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത് നാൽപ്പാമരാതി ഇട്ടിട്ടുള്ള തരി ഉള്ള വെള്ളമില്ല, അഴുക്ക് വെള്ളം എന്ന് പറയില്ല നമ്മള്, അതായത് ഇതിന്റെ തരിയുള്ള വെള്ളം, തിളച്ച വെള്ളം എന്നിട്ട് ഇതിന്റെ സ്റ്റിച്ചുമിലേക്ക് ഒഴിക്കും. അപ്പൊ അഴുക്കുകൾ ഈ സ്റ്റിച്ചിൽ കയറിയിട്ട് എന്റെ സ്റ്റിച്ച് പഴുത്തു. എനിക്ക് ആ വേദന എല്ലാം കൂടി ഇരിക്കാനും നിൽക്കാനും ഒന്നിനും പറ്റണില്ല. അങ്ങനെ ഞാൻ എന്റെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞപ്പം എനിക്ക് ഉള്ളിലും സ്റ്റിച്ച് ഉണ്ടായിരുന്ന കാരണം ഡോക്ടർ പറഞ്ഞു നീ ഇങ്ങോട്ട് വന്നാൽ തന്നെ എനിക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രസവിച്ച് 12ാം പക്കം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ എനിക്ക് പറഞ്ഞു സ്റ്റിച്ച് വിട്ടിട്ടില്ല, അകന്നിട്ടുള്ളോ, നീ ഇപ്പൊ ഈ മരുന്ന് തേച്ചാല് അത് ഉണങ്ങിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ മരുന്നൊക്കെ തന്ന് എനിക്ക് വേറെയും കുറച്ച് മെഡിസിൻസ് ഒക്കെ തന്നിട്ട് ഞാൻ തിരിച്ചു വന്നു. എന്നിട്ടും ഈ പെണ്ണിന്റെ അടുത്ത് തന്നെയല്ലേ,
ഞാൻ ലാസ്റ്റ് അപ്പോഴേക്കും എൻ്റെ അപ്പനും അമ്മയും ഞാൻ പ്രസവിച്ച ഒരു 8ാം ദിവസമൊക്കെ ആയപ്പം അവർ ഡിസ്ചാർജ് ചെയ്ത് വന്നു. അങ്ങനെ അവർക്കൊരു എനിക്ക് നിൽക്കാനൊരു ആരോഗ്യമായി. അതായത് ഫസ്റ്റത്തെ ക്രിസ്മസ് കഴിഞ്ഞ് ഞാൻ 10ാം തീയതി പ്രസവിച്ചിട്ട് 28ാം തീയതി ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് നിൽക്കാൻ വയ്യെങ്കിലും എന്നെ കൊണ്ടുപോകണം, കാരണം ഈ പെണ്ണിനെ ഇവിടുന്ന് പറഞ്ഞു വിടണമെങ്കിൽ എന്താ എനിക്ക് വീട്ടിലേക്ക് വന്നേ പറ്റൂ എന്ന് പറഞ്ഞു. അമ്മച്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണ് കാരണം അമ്മച്ചിക്ക് എത്രത്തോളം ഉപദ്രവം ഉണ്ടായിരുന്നു. ഇതിന് നല്ലോണം ഭക്ഷണം വേണം. എനിക്കാന്ന് വെച്ചാൽ ഭക്ഷണം തരണം ഈ പെണ്ണിനൊരു ചിന്തയില്ല. അപ്പൊ അമ്മച്ചി ഓരോരുത്തരെയും വിളിച്ചു ചോദിച്ചാൽ ഞാൻ ആ ഒട്ടും ഭക്ഷണം കഴിക്കുന്നില്ല. അവൾക്ക് അത് ഇഷ്ടാവും ഇത് ഇഷ്ടാവും. അമ്മച്ചി എനിക്കൊരു ഇഷ്ടമുള്ള കറിയും കാര്യങ്ങളും, പിന്നെ എനിക്ക് നോണൊന്നും കഴിക്കാൻ പാടില്ലായിരുന്നു ആ ടൈമില്. ഈ പ്രശ്നമുള്ള കാരണം ഞാൻ ഈ ക്രിസ്മസിന്റെ അന്ന് പോലെ എനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല. ഞാൻ ബീഫൊന്നും കഴിച്ചിട്ടില്ല, കാരണം എനിക്ക് അത്രയും പെയിൻ ഉണ്ടായിരുന്നു ഗോൾ ബ്ലാഡറിന്റെ. അപ്പം പ്രസവിച്ചിട്ട് ഇത്രയല്ല ആയിട്ടുള്ളൂ, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് 20 ദിവസത്തിനുള്ള സർജറി വേണ്ടാന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ നമ്മള് ഗോൾ ബ്ലാഡറിന് പ്രശ്നമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകണം. അപ്പൊ അമ്മച്ചി എനിക്ക് വേണ്ടിയിട്ട് കറികൾ, അത് 2-3 തരം കറി കൊടുക്കണമല്ലോ പ്രസവിച്ച പെണ്ണുങ്ങൾക്ക്. എനിക്ക് വേണ്ടിയിട്ട് ഒരു ഫുഡ്, ഈ അന്ന് നോമ്പിന്റെ സമയമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ എല്ലാവർക്കും നോമ്പ്, ഈ വന്ന പെണ്ണിന് മാത്രം നോമ്പില്ല. അപ്പൊ അത് ടീച്ചറെ എനിക്ക് നോമ്പൊന്നും ഇല്ല കേട്ടോ, അത് ഇതെന്ന് പറഞ്ഞിട്ട് നിൽക്കും. അപ്പൊ ചേട്ടൻ പിന്നെ പുറത്തുനിന്ന് വാങ്ങിച്ചോണ്ട് തുടങ്ങി. ചേട്ടൻ പുറത്തുനിന്ന് വാങ്ങിച്ചോണ്ട് തുടങ്ങിയപ്പോൾ ആ പെണ്ണ് ചേട്ടൻ്റെ അടുത്ത്, മോനെ നീ പുറത്തുനിന്ന് വാങ്ങിച്ചോണ്ട് പോയാൽ എന്നിട്ട് നമുക്ക് കഴിക്കാം. ഈ ലെവലായിരുന്നു. ഭക്ഷണം കഴിക്കാം, വിറക് വെട്ട് പറമ്പിൽ പോയിട്ട്, ഇതല്ലാതെ വേറെ ഒരു കാര്യം പെണ്ണ് ചെയ്യില്ല. അതിന് എന്തൊക്കെയാ കഴിക്കണ്ടേ കൊടുക്കണ്ടേ ഒന്നും അറിയണ്ടായിരുന്നില്ല. ഒരു ലേഹ്യം ഉണ്ടായിരുന്നു, എനിക്ക് അതിന്റെ പേര് ഓർമ്മയില്ല. ആ സാധനം പ്രസവിച്ച ആദ്യത്തെ 7 ദിവസം മാത്രം കഴിക്കേണ്ട ഒരു കാര്യമാണ്. അതെനിക്ക് ഇത്രയും പോലത്തെ ഒരു ജാറ് മേടിച്ചിട്ട് എന്റെ അപ്പന്റെ ഒക്കെ പൈസ എന്താ പറയാ പെണ്ണ് കളഞ്ഞു എന്നുള്ളതാ. എന്നിട്ട് കോമഡി എന്താണെന്നറിയോ, ഞാൻ എന്റെ വീട്ടിൽ പോയപ്പം ബാക്കി പച്ചമഞ്ഞളും ഉലുവ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ പെണ്ണ് അമ്മച്ചിക്ക് എല്ലാം നോക്കി എത്തണ്ടേ. ഞാൻ ഇങ്ങോട്ട് എന്റെ വീട്ടിലേക്ക് പോരുന്ന ആ നേരം കൊണ്ട് ആ ഒരു എന്റെ ഒതുക്കൽ അമ്മച്ചി എന്റെ കാര്യങ്ങൾ ചെയ്യാൻ നിന്ന ടൈമില് ഈ പെണ്ണ് അതൊക്കെ പാക്ക് ചെയ്തിട്ട് ഈ പെണ്ണിന്റെ ബാഗിൽ വെച്ചിട്ട് ഇതങ്ങ് കൊണ്ടുപോയി. നമ്മൾ എത്ര പൈസ എടുത്തിട്ട് മേടിച്ച സാധനങ്ങളാ. അയ്യോ, അത് ഓർക്കാൻ പറ്റുണ്ടായിരുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാന് അതുവരെ എനിക്ക് അങ്ങനെ ഡിപ്രഷന്റെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ദേഷ്യം വരും, വിഷമം വരും, ഞാൻ കുറെ കരയും. അതെനിക്ക് ഈ പെണ്ണായിരുന്നു എന്റെ പ്രശ്നം. ബട്ട് ആ പെണ്ണ് കാരണം കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര മെന്റൽ സ്ട്രെസ് വന്നു. ബട്ട് ചേട്ടനും അമ്മച്ചിയും അപ്പച്ചനും ഉള്ളത് കൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നില്ല. മെന്റൽ ഡിപ്രഷൻ എനിക്ക് ശരിക്കും വന്നത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയപ്പോഴാണ്. എനിക്ക് എന്താ വെച്ചാൽ ചേട്ടന് അപ്പൊ എന്നെ അവിടെ നോക്കാൻ ആദ്യത്തെ ഇതില് എനിക്ക് ഈ പെണ്ണിനെ എടുത്തോണ്ട് ഞാൻ എൻ്റെ അമ്മ എടുത്തോണ്ട്, അമ്മ എനിക്കൊരു പെണ്ണിനെയും വേണ്ട, ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ സ്വന്തം ഒരു ചേച്ചി ഉണ്ട് കേട്ടോ, ജെസ്സി ചേച്ചി. ചേച്ചി എന്താ പറയുക, നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്ന ചേച്ചി എന്നുള്ള പോലെ അല്ല, എനിക്ക് എൻ്റെ സ്വന്തം ചേച്ചിയുടെ മാതിരിയാണ്. ഞങ്ങളെല്ലാം എനിക്ക് കല്യാണത്തിൻ്റെയൊക്കെ സമയമാകുമ്പോൾ എന്ത് കാര്യം അഭിപ്രായം ചോദിക്കാനും ഒക്കെ ചേച്ചി തന്നെയായിരുന്നു. ചേച്ചിയാണ് വീട്ടിലെന്നുണ്ടെങ്കിൽ അമ്മ വീട് ഇട്ടെറിഞ്ഞിട്ട് അമ്മ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകും. ചേച്ചി അത് ഭംഗിയായിട്ട് ചെയ്യും, അത്രയ്ക്ക് കാര്യം ഞങ്ങള്. അപ്പൊ ജെസ്സി ചേച്ചി വന്നാൽ മതി, അലക്കലും കാര്യങ്ങളൊക്കെ ജെസ്സി ചേച്ചി ചെയ്തോളൂല്ലോ. കുട്ടീനെ ഇപ്പൊ എനിക്ക് എന്തായാലും നോക്കാറില്ല, നീ പെണ്ണൊന്നും ചെയ്യാത്ത കാരണം നമ്മൾ തന്നെയാണ് കുട്ടീനെ നോക്കണേ. അപ്പൊ അതുകൊണ്ട് കുട്ടിയുടെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ അറിയാം, അമ്മ എന്നെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പെണ്ണിനൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ എന്റെ വീട്ടിലെത്തിയപ്പോ എന്റെ അമ്മയ്ക്ക്, അമ്മ ടീച്ചറാണല്ലോ, അപ്പൊ അമ്മയ്ക്ക് ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അമ്മയ്ക്ക് ഓൺലൈൻ ക്ലാസ്സും പിന്നെ ഫുഡിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ അപ്പന് നോണില്ലാതെ പറ്റില്ല. എനിക്കാന്ന് വെച്ചാൽ നോൺ കഴിക്കാൻ പാടില്ല, കഴിക്കാൻ ആഗ്രഹമില്ലാണ്ടല്ല, എനിക്ക് കഴിക്കാൻ പാടില്ല. അപ്പൊ അമ്മയ്ക്ക് ഫുഡ് ഉണ്ടാക്കണം, കുട്ടീനെ നോക്കണം, എന്നെ കുളിപ്പിക്കണം, അവളെ കുളിപ്പിക്കണം, പിന്നെ ക്ലാസ് എല്ലാം കൂടി ആയപ്പോ അമ്മയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പൊ ചേട്ടൻ എന്ത് ചെയ്തു, ഒരു ഏജൻസിയില് ഒരു ചേച്ചീനെ ഒരു 3-4 ദിവസത്തിനുള്ളിൽ ചേട്ടൻ ഒരു പെണ്ണിനെ ശരിയാക്കി. ആ ചേച്ചിയാണ് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എന്റെ മാലാക. ഞാൻ ചേച്ചിയുടെ പേര് ഇവിടെ പറയുന്നില്ല, എനിക്ക് പേര് പറയണമെന്നുണ്ട്, പക്ഷെ ചേച്ചിക്ക് ചേച്ചിയുടെ പേര് പറയുന്നത് താല്പര്യമില്ലാന്ന് ചേച്ചിനോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ പേര് പറയുന്നില്ല. പക്ഷെ ചേച്ചിന്റെ മുത്താണ്, മുത്തെന്ന് പറഞ്ഞാൽ എന്റെ ഒരു ലൈഫ് സേവിയർ എന്നൊക്കെ പറയില്ലേ നമ്മള്, അതാണ്. അപ്പം ചേച്ചി വന്നു, നല്ല ഭംഗിയോട്ട് ചേച്ചിനെ കാണാനായിട്ട്. ചേച്ചി എന്താ 30 വയസ്സായ ഒരു മോളുണ്ട് ചേച്ചിക്ക്. പക്ഷെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5-6 പഠിക്കുന്ന പിള്ളേരുണ്ടെന്ന് തോന്നുന്നു. ചേച്ചിക്ക് 4 മക്കളുണ്ട്. അത് കണ്ട അങ്ങനെയൊന്നും പറയില്ല, നല്ല സുന്ദരി കോതത്രം മുടിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയായി അതിനെ കാണാനായിട്ട്, നല്ല പെരുമാറ്റം. അപ്പൊ ചേച്ചി വന്നു കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് ഇത്തിരിയും കൂടെ ഞാനൊന്ന് ഇത്തിരി ഓർഡർ ആയി തുടങ്ങി. കുളിക്കൽ പെർഫെക്റ്റ് ആയി. ആള് ANM നേഴ്സ് ആയിരുന്നു. ചേട്ടൻ അങ്ങനെ നോക്കിയിട്ട് ഞാൻ കൊണ്ടുവന്നത്. ANM നേഴ്സ് ആയിരുന്നു. എന്റെ വൂണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി. എന്റെ എനിക്ക് ഇൻഫെക്ഷൻ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോ ഈ മറ്റേ പെണ്ണ് കാരണം കൊണ്ട് സ്റ്റിച്ചിനുണ്ടായ കുഴപ്പം കാരണം ഇൻഫെക്ഷൻ എന്റെ ഒന്നും കൂടെ വന്നു. അങ്ങനെ ഇൻഫെക്ഷൻ കാരണം എന്റെ സ്റ്റിച്ച് വിട്ടു. പക്ഷെ ആ സ്റ്റിച്ച് വിട്ടാലും അതിങ്ങനെ വിണ്ടിങ്ങനെ താഴോട്ട് ഇറങ്ങി വരാണ്ട് നോക്കിയത് എന്റെ ചേച്ചിയാണ്. ചേച്ചി അത് ഭയങ്കര ക്ലീൻ ആയിട്ട് ഡ്രസ്സ് ചെയ്തിരുന്നു. എന്റെ 45 വരെ പ്രസവിച്ചിട്ട് 40 കുളി ഞാൻ കുളിച്ചിട്ടുണ്ട്. കാരണം ഇവിടത്തെ 15 ദിവസത്തെ കുളി കണക്കായിരുന്നല്ലോ. അത് കഴിഞ്ഞ് അവിടെ ചെന്നിട്ടാണ് ശരിക്കും എന്റെ കുളിയും കാര്യങ്ങളൊക്കെ വൃത്തിക്ക് ആസ് പ്രൊസീജിയർ പോയത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്താ ചൈനീസ് ആയിരുന്നു വലിയൊരു ആശ്വാസം. പിന്നെ അതിന്റെ ഇടയിലാണ് മെന്റൽ ഡിപ്രഷന്റെ ഏറ്റവും വലിയ സ്റ്റേജ്. ഇത്ര അധികം എന്നെ നോക്കി എന്തൊക്കെ ചെയ്താലും എനിക്ക് ചേട്ടനോടായിരുന്നു
ആ ടൈമില് അതായത് ചേട്ടൻ എപ്പോഴും എൻ്റെ അടുത്ത് വേണം, എന്നും എന്നെ കാണാൻ വരണം, ചേട്ടൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോകാൻ പാടില്ല. ആ ടൈമില് ഞാൻ പ്രസവിച്ചിട്ട് പ്രസവിച്ചിട്ട് അതിന്റെ ഇടയിലായിരുന്നു ഈ എന്നെ കൂട്ടിക്കൊണ്ട് വന്ന് 3 ദിവസം കഴിഞ്ഞപ്പോഴല്ലേ നമ്മുടെ 1-ാം തീയതി വരണത്, ജാനുവരി 1 വരണേ. അന്ന് ഇവരെല്ലാവരും കൂടെ ജാനുവരി 1 എന്റെ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ കൂടെ അപ്പച്ചനും അമ്മച്ചിയും ചേട്ടനും എല്ലാവരും കൂടെ എന്റെ വീട്ടിലേക്ക് വന്നു. അന്ന് രാത്രി അപ്പച്ചനും അമ്മച്ചിയും ചേട്ടനും പോകുമ്പോ ഞാൻ അമ്മച്ചീനെ കെട്ടിപ്പിടിച്ചിട്ട് അമ്മച്ചി എന്നെ കൊണ്ടുപോകാം, അമ്മച്ചി എനിക്ക് നിങ്ങളുടെ കൂടെ നിക്കണം, എന്നെ കൊണ്ടുപോകാൻ അമ്മച്ചി, നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാണ്ട് ഞാൻ കരയ്യ. എന്റെ അമ്മയൊക്കെ മുഖത്ത് കയ്യും വെച്ചൊന്ന് നോക്കി നിൽക്കുക. അതായത് എനിക്ക് എന്തോ ഒരുമാതിരി പ്രാന്ത് പോലെ ഞാൻ കാണിക്കാന്ന് അറിയില്ലേ, ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കോപ്പപ്പ് ചെയ്ത് പോയപ്പം 28ന്റെ അന്ന്, ഇവളുടെ 28ന്റെ അന്ന് ഞാൻ അതിന്റെ ഫോട്ടോസ് കുറച്ച് ആഡ് ചെയ്യാം കേട്ടോ. ഇവളുടെ 28ന്റെ അന്ന് ചേട്ടൻ 5 ദിവസത്തേക്ക് ചേട്ടൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പോവാം. എനിക്ക് അതങ്ങ് കേട്ട് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് എന്തൊക്കെയാ പറഞ്ഞേന്ന് എനിക്കറിയില്ല. ഭ്രാന്ത് പിടിച്ച പോലെ ചേട്ടൻ്റെ 5 ദിവസം ഞാൻ നശിപ്പിക്കാന്ന് പറഞ്ഞാൽ നശിപ്പിച്ചിട്ടുണ്ട്. സംഭവം ശരിയാണ്. ഞാന് പേരാമംഗലത്ത് ചേട്ടന്റെ വീട്ടിലാണ് നിൽക്കണം, എന്നിട്ട് ചേട്ടൻ പോവാന്ന് പറഞ്ഞാൽ അത് വലിയൊരു തെറ്റേ ചേട്ടൻ നിന്നു. പക്ഷെ ചേട്ടൻ ഇത് എന്റെ വീട്ടില് എന്നെ നോക്കാനായിട്ട് നല്ലൊരാളെയും ചേട്ടൻ കൊണ്ടുവന്ന് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ചേട്ടൻ ഒരുപാട് സ്ട്രെസ്സിൽ കൂടെയാണ് പോയത്. അത് കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്യാൻ, ഞാൻ വരണേക്കാൻ മുമ്പ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി അവിടെ പോയതാണ്. പക്ഷെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അത് തെറ്റാണ്. ഭാര്യ ഇങ്ങനെ വേദനിച്ച് വിഷമിച്ച് കിടക്കുമ്പോൾ പോകാൻ പാടില്ലായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ആ ഒരു പോയിന്റ് വരെ ചേട്ടൻ അനുഭവിച്ചിരുന്ന ഒരു സ്ട്രെസ് ഉണ്ട് ലൈഫില്. അടിച്ചു പൊളിച്ച് നടക്കുന്ന ആളൊരു പാർട്ടി മോഡ് ടൈപ്പാണ്. അങ്ങനത്തെ ഒരാൾക്ക് ബെയർ ആവുന്നതിനും അപ്പുറത്തെ സ്ട്രെസ് ചേട്ടൻ എന്റെ ഒരു 8ാം മാസം തൊട്ട് അനുഭവിച്ചിട്ടുണ്ട്. എന്റെ വീട്ടിലാരും അപ്പനമ്മയ്ക്കും വയ്യ, അവരുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല, എന്റെ ഡെലിവറി എന്റെ പ്രോസസ്സുകൾ കാര്യമായിട്ട് പോവോന്നറിയില്ല, ഡെലിവറിയുടെ ടൈമില് ഞാൻ തിരിച്ചു വരുമോന്ന് ഉറപ്പില്ല. അങ്ങനത്തെ ഒരു എന്താ പറയാ, ഒരു മാതിരി സ്ട്രെസ് ആയിരുന്നു. സോ ആൾക്കൊന്ന് സ്ട്രെസ് ഔട്ട് ആവണം എന്നുള്ളൊരു ചിന്ത വന്നപ്പം പോയതാണ്. ബട്ട് എനിക്കറിയില്ല ഞാൻ അതിനന്ന് ഉണ്ടാക്കിയ പുകില് എത്രമാത്രം വലുതാണെന്നുള്ളത്. ഞാൻ ലാലു ചേട്ടൻ എന്ന് വെച്ചാൽ ചേട്ടന്റെ ചേട്ടനെ, ലാലു ചേട്ടനെയൊക്കെ വിളിച്ചിട്ട് ഞാൻ കരച്ചിലായിരുന്നു. ലാലു ചേട്ടൻ എന്നിട്ട് ഇവർക്ക് പ്രാന്തായോ എന്ന് ചേട്ടൻ വിചാരിച്ചിട്ടുണ്ട്. അതുമാതിരി ഞാൻ ലാലു ചേട്ടനൊക്കെ നല്ല കമ്പനി ആട്ടോ. എനിക്ക് എന്താ എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടൻ എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് എന്റെ സ്വന്തം ചേട്ടനെ പോലെ, ഞാൻ എന്ത് വിഷമോ എന്ത് കാര്യം ഇല്ല ലാലു ചേട്ടനെ വിളിച്ചിട്ട് പറയാം. അപ്പൊ ഞാൻ ലാലു ചേട്ടനെ വിളിച്ച് പറഞ്ഞപ്പോ ലാലു ചേട്ടൻ നേഴ്സാണല്ലോ, അപ്പൊ ചേട്ടന് കാര്യങ്ങൾ പെട്ടെന്ന് അറിയാം. അപ്പൊ ചേട്ടനെ ഒന്ന് മനസ്സമാധാനിപ്പിക്കാൻ നോക്കി. പിന്നെ ആ ഒരു ടൈമിലാണ് എനിക്ക് ഈ ഇൻവേർട്ടഡ് നിപ്പിളാണ്. എനിക്ക് കുട്ടീനെ ഫീഡ് ചെയ്യണം, എനിക്ക് പാലും ഉണ്ട്, പക്ഷെ എനിക്ക് കുട്ടീനെ ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഫീഡ് ചെയ്യാനായിട്ട് വാശി പിടിക്കുമ്പോൾ കുട്ടിക്ക് ഇങ്ങനെ വായിൽ ഇങ്ങനെ പത വരിക. അപ്പൊ നമ്മൾ പിഴിയലും ആ വേദനയും ഒക്കെ കൂടി ആകുമ്പോൾ ഞാൻ ഒന്നിനും കൊള്ളാത്തൊരു അമ്മയാണ് എന്നുള്ള ചിന്ത എന്നിൽ വരിക. അപ്പൊ എന്റെ അടുത്ത് സത്യം പറഞ്ഞ എന്റെ അമ്മായിമ്മ വരെ പറഞ്ഞു, മോളെ നീ ഇത്ര വേദന സഹിച്ചിട്ട് അവൾക്ക് പാല് കൊടുക്കണ്ട, നീ 28 വരെ കൊടുത്തു, അപ്റ്റാമിൽ എന്ന് പറയുന്നത് നല്ലൊരു സാധനമാണ്, നീ വേദന സഹിക്കണ്ടെന്ന്. പക്ഷെ എനിക്ക് വാശിയായിരുന്നു. ഞാൻ 56, ഞാൻ ഓപ്പറേഷന്റെ ആ ടൈം വരെ ഞാൻ അവൾക്ക് കൊടുത്തു. അങ്ങനെ എനിക്ക് ഇതിന്റെ കൂടെ തന്നെ നടുവേദന കൂടി വന്നപ്പോൾ നടുവേദന ഓപ്പറേഷൻ ഗോൾ ബ്ലാഡറിന്റെ ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ നടുവേദന എനിക്ക് എപ്പിഡ്യൂറലൊക്കെ എടുത്ത് ഇങ്ങനെ പ്രശ്നങ്ങളായതിന്റെ ആയിരിക്കും. പിന്നെ എനിക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞത് കിട്ടിയിട്ടില്ല. എന്റെ അമ്മയ്ക്ക് ഇയർ ബാലൻസിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് രാത്രി ഞാൻ എന്റെ അമ്മേനെ എന്റെ അടുത്ത് കിടത്തില്ല. കാരണം ഇവള് രാത്രി മൊത്തം, ഇവൾക്ക് രാത്രിയാണ് പകല്, രാത്രി ഒരു പോള കുട്ടി കണ്ണടക്കില്ല. അപ്പൊ 2 മണി വരെ ചേച്ചി നോക്കും, 2 മണി തൊട്ടിട്ട് ഒരു 6 മണി വരെയാണ് എനിക്ക് നോക്കേണ്ട ടൈം. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് 12 മണി വരെ അമ്മ ഉണ്ടാവും. അമ്മ ഉണ്ടെങ്കിൽ അമ്മയുടെ ക്ലാസ്സും പഠിപ്പിക്കാനുള്ള കാര്യങ്ങളായിട്ട് അമ്മയ്ക്ക് നോക്കാൻ നേരം ഉണ്ടാവാറില്ല. ബട്ട് സ്റ്റിൽ അമ്മ എന്തെങ്കിലും ഞാൻ വിളിച്ച അമ്മ വിളിപ്പുറത്തുണ്ട്. അപ്പൊ അമ്മയുടെ അടുത്ത് ഞാൻ അമ്മയുടെ റൂമിൽ, അപ്പന്റെ അമ്മയുടെയും ആ റൂമിൽ പോയി കിടന്നോളാൻ പറയും. കാരണം എന്താ വെച്ചാൽ അമ്മയ്ക്ക് ബാലൻസ് വന്ന അടുക്കള പണി കൂടെ ഞാൻ ചെയ്യേണ്ടി വരും. കാരണം അപ്പനും കോവിഡ് കഴിഞ്ഞ് നിൽക്കുകയാണ്, ബുദ്ധിമുട്ടാണ്. അപ്പൊ പോസ്റ്റ് കോവിഡ് പീരീഡ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ന്യൂസിൽ കാണുമ്പോൾ അറിയാം എത്രത്തോളം ഭീകരമാണെന്നുള്ളത്. അപ്പൊ ഞാൻ അവർക്ക് അമ്മ അവിടെ കിടന്നോട്ടെ. അപ്പൊ രാത്രി മുഴുവൻ ഈ കുട്ടീനെ എടുക്കലും നോക്കലും നടക്കലും അവൾക്ക് എടുത്ത് നടക്കണം, ഇല്ലെങ്കിൽ ബഹളം വെച്ച് അയൽപ്പക്കക്കാരെ പോലെ ഉറക്കില്ല, അത്രയും ഓളിടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവളെ എടുത്ത് നടക്കലൊക്കെ ആകുമ്പോൾ അതിന്റെ ആണ് എനിക്ക് നടുവേദന ഞാൻ വിചാരിച്ചു. പക്ഷെ ഗോൾ ബ്ലാഡറിനെ ഞാൻ അറിഞ്ഞിട്ടായില്ല. അങ്ങനെ 45-ന് നമ്മൾ റെഗുലർ ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോകുമല്ലോ. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോ എന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു, ഇനി ഇതിങ്ങനെ വെച്ചോണ്ടിരുന്നാല് നിമ്മയുടെ കാര്യം പ്രശ്നമാണ്, നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ 60-ന് തന്നെ ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ഞങ്ങളെ പുറത്തു അമലയില ഓപ്പറേഷൻ ചെയ്യാം. കാരണം അമലയിലാണ് ബെസ്റ്റ് ഗാസ്ട്രോ സർജൻ ഉള്ളത്. ബൈജു കുണ്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള സാറ് സൂപ്പർ ഡോക്ടർ കേട്ടോ. ലാപ്രോസ്കോപ്പി കീ ഹോൾ സർജറിക്ക് ആള് പൊളിയാണ്. അപ്പോ നമ്മൾ കീ ഹോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം നമ്മൾ മാമോദീസയുടെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് 52ാമത്തെ ദിവസം മാമോദീസ നടത്തി. മാമോദീസയുടെ ഫോട്ടോസും ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. മാമോദീസ നടത്തി നമ്മൾ പിന്നെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ നോക്കാൻ എന്റെ ചേച്ചിയില്ലേ, എന്റെ സ്വന്തം ചേച്ചി പോയി കഴിഞ്ഞപ്പോൾ ചേട്ടൻ പിന്നെ 45 വരെ ഉണ്ടായിരുന്നല്ലോ. 45-ന് ചേച്ചി പോയി കഴിഞ്ഞ് ബാക്കിയുള്ള ദിവസങ്ങൾ ഒന്നരാടം ചേട്ടൻ അവിടെ വന്ന് നിൽക്കുമായിരുന്നു. ആരും ചെയ്യില്ല, ബട്ട് ചേട്ടൻ ചെയ്തിരുന്നു.
ചേട്ടൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അമ്മയും അപ്പനും ഞാനേ ഉള്ളൂ. അപ്പൊ മാമുദീസ നടത്തേണ്ട കാര്യങ്ങൾ വന്നപ്പോൾ മാമുദീസയുടെ കാര്യങ്ങൾ ചെയ്യാൻ അപ്പം പോകും. അമ്മയ്ക്ക് ക്ലാസ്സും ഇവളുടെ തുണി അലക്കലും എന്റെ ഡ്രസ്സ് അലക്കലും വീട് വൃത്തിയാക്കി, അതായത് ഒരു കുട്ടീനെ നമ്മൾ എപ്പോഴും വീട് ക്ലീൻ ആയിട്ട് നോക്കണം. അപ്പോൾ വീട് അടിച്ചു വാരി തുടക്കലും അങ്ങനെ എല്ലാ പണിയാവുമ്പോൾ അമ്മയും ഡൗൺ ആവുകയാണ്. പോസ്റ്റ് കോവിഡ് പീരീഡ് ആണ് അമ്മയുടെ, അത് നമ്മൾ കൺസിഡർ ചെയ്യണം. അമ്മയ്ക്ക് ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്. അപ്പൊ ചേട്ടൻ എന്ത് ചെയ്യും, ചേട്ടൻ രാത്രി അവിടെ വന്ന് നിൽക്കും. അത് വന്ന് നിൽക്കാന്ന് പറഞ്ഞാൽ അപ്പൊ എന്റെ അടുത്ത് ചേട്ടനാണ് കിടക്കുക. ബട്ട് ചേട്ടൻ കിടന്നാലും ഒരു ഗുണം എന്താ, ചേട്ടനെ ഞാൻ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യാൻ, ചേട്ടൻ ജോലിക്ക് പോയിട്ട് വരണതാണ്. അപ്പം രാത്രി ഞാൻ കുട്ടീനെ നോക്കാൻ പറഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെ ആ ഒരു ടൈം ആയപ്പോഴേക്കും എനിക്ക് ഇത്രയും കൂടെ, അതായത് ചേട്ടന്റെ ഉറക്കം പോകരുതെന്നായപ്പോൾ ഞാൻ അവളെ ഇങ്ങനെ എന്റെ നെഞ്ചോട് ചേർത്ത് പൊത്തി പിടിച്ചൊരു 4 മണിക്കൂർ ഉറക്കുന്ന ഒരു പാറ്റേണിലേക്ക് ഞാൻ എത്തിച്ചു. ആ ഒരു 5-10 ദിവസം കൊണ്ട്. അത് അമ്മമാർക്ക് തന്നെ പറ്റുള്ളൂ കേട്ടോ. ആ ഒരു ടൈമിൽ ഞാൻ അങ്ങനെ ആക്കിയതായിരുന്നു. ബട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം പിന്നെ അത് അപ്പൊ തൊട്ട് ഞാൻ നോർമലായി. എനിക്ക് എന്റെ ദേഷ്യം, വാശി, നിരാശ, പിച്ചും പേയും വിളിച്ച് പറയില്ല, ഞാൻ അങ്ങനെ തന്നെയായിരുന്നു എന്റെ പോസ്റ്റ്മോർട്ടം പീരീഡ്. ആ ഒരു പീരീഡ് പ്രത്യേകിച്ച് ചേട്ടൻ ടൂർ പോയപ്പോൾ പിന്നെ ഒരു ദിവസം രാത്രി ചേട്ടൻ മീൻ പിടിക്കാനായിട്ട് ഗ്യാങ്ങായിട്ട് പോയി. ഇവർക്ക് അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ട്. എന്റെ ദൈവമേ, അന്ന് രാത്രി ഞാൻ വിളിച്ചു പറഞ്ഞത് കേട്ടിട്ട് എന്റെ ചേച്ചി ഉറക്കത്തിൽ നേരിട്ട് നിനക്ക് പ്രാന്ത് പിടിച്ചോന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതുമാതിരി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തന്നെ ഇപ്പം ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അതുമാതിരി ഞാൻ പറഞ്ഞ് പിറ്റേ ദിവസം ഞാൻ അമ്മച്ചീനെ വിളിച്ചിട്ട്, ഞാൻ ഇന്നും 24 മണിക്കൂർ ഞാൻ അമ്മച്ചീനെ വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ അമ്മച്ചീനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അമ്മച്ചി എന്നെ സൈക്കാട്രിസ്റ്റിനെ കാണിക്കും, എനിക്ക് പ്രാന്ത, അമ്മച്ചി എനിക്ക് പ്രാന്ത, എന്നെ സൈക്കാട്രിസ്റ്റിനെ കാണിക്കും, എനിക്ക് പ്രാന്ത. ഞാൻ ലിറ്ററലി ദ ട്രൂത്ത് ഞാൻ അങ്ങനെ വിളിച്ച് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. എത്ര കാലം കരഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? എനിക്ക് അതാന്ന് തോന്നുന്നുണ്ട് അമ്മച്ചി ദേഷ്യം വരണേ. പിന്നെ എനിക്കാണെന്ന് വെച്ചാൽ തൈറോയിഡ് ഇഷ്യൂസ് പണ്ട് തൊട്ടേ ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് തൈറോയിഡ് ഭയങ്കരമായിട്ട് ഹൈപ്പർ ആകുമ്പോൾ ഞാനങ്ങാകെ വേഗത്ത് വരയ്ക്കണ മാതിരിയാവും. ആകെ ഒരുമാതിരി ഇംബാലൻസ്ഡ് ആയിരുന്നു. പക്ഷെ വീണ്ടും ചേട്ടൻ എന്റെ അടുത്ത് വന്ന് നിൽക്കുന്നു, വെറുതെ ചേട്ടൻ എന്റെ അടുത്തിരുന്ന് വർത്താനം പറയുന്നു എന്നുള്ളതൊക്കെ ആയപ്പോൾ ഞാൻ വീണ്ടും ഇത്തിരി നോർമലായി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പം എനിക്ക് നടുവേന വന്നപ്പോൾ അമ്മച്ചി ആദ്യത്തെ ദിവസം തൊട്ട് 52 ഞാൻ ഇങ്ങോട്ട് എത്തി. അന്ന് രാത്രി തൊട്ടിട്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ കടല പോലെയൊക്കെ എണ്ണ ഇട്ട് ഒഴിഞ്ഞ് തന്നെ എന്നെ കുളിപ്പിക്കൽ അമ്മച്ചിയായിരുന്നു. പിന്നെ എന്റെ ഓപ്പറേഷൻ വരെ എന്നെ കുളിപ്പിച്ചതൊക്കെ അമ്മച്ചിയാണ് കുളിപ്പിച്ചത് കേട്ടോ. കാരണം എനിക്ക് വയ്യായിരുന്നു, അതുകൊണ്ടാണ്. അല്ലാതെ എന്തുകൊണ്ട് പറ്റി കുളിച്ചുകൂടാന്ന് ചോദിക്കരുത്. എനിക്ക് കുളിക്കാൻ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല. ആദ്യത്തെ ഒരു 3-4 ദിവസം എനിക്ക് തീരെ വയ്യായിരുന്നു, അതുകൊണ്ടാണ് അമ്മച്ചിനെ കുളിപ്പിച്ചത്. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ളത് അത് വേറൊരു സെക്ഷനാണ്. ഓപ്പറേഷൻ കഴിഞ്ഞാൽ വന്ന് അതിനൊരാഴ്ച ഞാൻ റെസ്റ്റ് ചെയ്തു. ഞാൻ അങ്ങനെ ഒരു 72 കൂടിയിട്ട് എന്റെ പോസ്റ്റ്മോർട്ടം പീരീഡ് ഞാൻ അങ്ങ് അവസാനിപ്പിച്ചു. ഞാൻ 72 ആയപ്പോഴേക്കും ജോലിക്ക് ജോയിൻ ചെയ്തു. ആ ജോലിക്ക് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തു. അവിടെ നിന്ന് അങ്ങനെ തന്നെ ഒരു 80ന്റെ അന്ന് ചേട്ടൻ പറഞ്ഞു നമുക്ക് ടൂർ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ചേട്ടനും, അതായത് എനിക്ക് ഇവളെ വെയിറ്റ് എടുക്കാനായിരുന്നു പാടില്ല. എനിക്ക് ഇരിക്കാനും ട്രാവലിംഗ് അങ്ങനത്തെ ഒന്നും എനിക്ക് പ്രശ്നമില്ല. ബട്ട് വെയിറ്റ് എടുക്കാൻ പാടില്ല, കുമ്പിട്ട് നിൽക്കാൻ പാടില്ല. ഓപ്പറേഷനും ഡെലിവറിയും കഴിഞ്ഞ കാരണം ബാക്കിയുള്ളത് പ്രശ്നം ഉണ്ടായില്ല. അപ്പൊ ചേട്ടൻ അങ്ങനെ എന്നെ വാൽപ്പാറയ്ക്ക് കൊണ്ടുപോയി. അതൊക്കെ കഴിഞ്ഞ് വാൽപ്പാറയ്ക്കൊക്കെ പോയി വന്നാലും ഞാൻ നോർമൽ ആയിരുന്നില്ല. അതായത് ഒരു ആശ്വാസം കിട്ടിയാലും ബാക്ക് ടു എക്സാക്ട് നോർമൽ കണ്ടീഷനിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ എത്തിയത് ജോലിക്ക് പോയപ്പോഴാണ്. പോസ്റ്റ്മോർട്ടം പീരീഡിൽ വേറെ ഇമ്പോർട്ടന്റ് കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തല്ലോ. ടൂർ പോയി വന്നിട്ട് ഒരു 83ാമത്തെ ദിവസം ഞാൻ സ്റ്റെയർ കേസ് വന്നു. എനിക്ക് സിസ്റ്റത്തിലായിരുന്നു. എന്നാൽ എന്റെ ലാപ്ടോപ്പ് എന്റെ വീട്ടിലായിരുന്നു. ഞാൻ അവിടെ റൂമിൽ വന്നിരുന്നിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. എനിക്ക് തല ചുറ്റുന്നുണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് ഞാൻ താഴേക്ക് ഇറങ്ങിയപ്പം ഞാൻ സ്റ്റെയർ കേസ് വന്ന് വീണു. ആ സമയത്ത് അപ്പച്ചൻ എന്നെ ഓടി വന്ന് അങ്ങോട്ട് പിടിച്ചു നിർത്തി. ഇല്ലെങ്കിൽ ഇന്ന് ഈ വീഡിയോ പറയാൻ ഞാൻ നിങ്ങളുടെ മുമ്പിലില്ല. കാരണം തല കുത്തിയിട്ട് വീണ. ഞാൻ ഇവിടെ ഇടിച്ചിട്ട് എന്റെ ഡിസ്കിന് ഒരു ചെറിയൊരു ഇഷ്യൂ വന്നു. അങ്ങനെ അത്രയും നല്ല വീഴ്ചയാണ് ഞാൻ വീണത്. അങ്ങനത്തെ ഒരു പോസ്റ്റ്മോർട്ടം ആയിരുന്നു എന്റെ. അങ്ങനെ ടൂർ പോയി വന്നു കഴിഞ്ഞിട്ടും ഞാൻ ഓക്കെ ആയിരുന്നില്ല. ബട്ട് ഞാൻ ജോലിക്ക് ഓഫീസിൽ പോയി തുടങ്ങി. അങ്ങനെ ഞാൻ ആൾക്കാരെ കാണുന്നു, സംസാരിക്കുന്നു, കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് ഒരു സെൽഫ് കോൺഫിഡൻസ് വന്ന് ഞാൻ ബാക്ക് ടു നോർമൽ ആയത്. എന്താ പറയുക, ഒരു പോസ്റ്റ്മോർട്ടത്തിന്റെ ഏറ്റവും വേർസ്റ്റ് സ്റ്റേജ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് പോസ്റ്റ്മോർട്ടം ഇത്രയും വേർസ്റ്റ് ആവാൻ കാരണം തൈറോയിഡ് ഇഷ്യൂ, എന്റെ ഹോർമോൺ ഇംബാലൻസ് അതുകൊണ്ട് മാത്രം തന്നെ ഉണ്ട്. പ്ലസ് ഗോൾ ബ്ലാഡറിന്റെ പെയിൻ, അസാമാന്യ നടുവേദനയാണ്. അത് ഭയങ്കര വൃത്തിയായിട്ട അവസ്ഥയായിരുന്നു. അതിന്റെ സർജറി പെയിൻ, റെസ്റ്റ്, പിന്നെ ഈ വീഴ്ച. അങ്ങനെ എന്റെ 90 ദിവസം സംഭവബഹുലമായ ദിവസങ്ങളായിരുന്നു. സോ പോസ്റ്റ്മോർട്ടം പീരീഡിൽ എന്തുണ്ടെങ്കിലും ഈവൻ ഇഫ് ഇറ്റ് ഗെറ്റ് വേഴ്സൺ, നമ്മളെ മനസ്സിലാക്കണം. ആ കാര്യം വേഴ്സൺ ആക്കുന്നത് നമ്മുടെ ചുറ്റുള്ള ആൾക്കാരാണ്. എന്റെ ചുറ്റുള്ള ആൾക്കാര് എന്റെ പോസ്റ്റ്മോർട്ടം പീരീഡ് വേഴ്സൺ ആക്കാനായിട്ട് ഒരുപാട് കാരണമായിട്ടുണ്ട്. ഞാൻ തുറന്ന് സമ്മതിക്കുന്നു, ഒരുപാട് കാരണമായിട്ടുണ്ട് എനിക്ക് ചുറ്റുള്ള ആൾക്കാരുടെ വളരെ മോശമായിട്ടുള്ള പെരുമാറ്റം. ബട്ട് സ്റ്റിൽ ഹസ്ബൻഡ് എന്നുള്ള ഫാക്ട്, അതൊരു ഫാക്ട് തന്നെയാണ് ഒരു പ്രസവിച്ച പെണ്ണിന്. ആൻഡ് ഞാൻ എന്റെ കെട്ടിയവന്റെ കാല് കഴുകിയാലും അതിന് മതിയാവില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു ആൾ ആ ടൈമില്. അത്രയും പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി ഞാൻ പറയുന്നത്, അതായത് ഞാൻ ചിലപ്പോൾ പ്രാന്ത് പോലത്തെ കാര്യങ്ങളാണ് വിളിച്ചു പറയാം. ബട്ട് സ്റ്റിൽ എനിക്കിതാണ് പ്രശ്നം, ഇന്ന കാര്യങ്ങൾ അതിന്റെ സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് നടക്കുന്നുണ്ട് എന്ന ആള് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്തു.
ആൻഡ് എൻ്റെ അമ്മായിമ്മ. ഓരോ പ്രാവശ്യം ഞാൻ അവിടെ പ്രസവിച്ച് എൻ്റെ വീട്ടിൽ കിടക്കുമ്പോൾ എന്നെ കാണാൻ വരുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് എന്തോ അതറിഞ്ഞ അമ്മച്ചി ഉണ്ടാക്കി കൊണ്ടുവരും. പിന്നെ എൻ്റെ അമ്മായിപ്പൻ, ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ അപ്പച്ചൻ എൻ്റെ അടുത്ത് വന്ന് നിനക്ക് സുഖല്ലേ, നിനക്ക് എങ്ങനെയുണ്ടെന്ന് എന്നോട് ഒറ്റയ്ക്ക് പേഴ്സണൽ ആയിട്ട് അപ്പച്ചൻ സംസാരിച്ച് നീ വീട്ടിലേക്ക് വേഗം വായോ, നിനക്കൊരു കുഴപ്പമില്ല എന്ന് പറയും. സോ ആ ഒരു 3 ഫാക്ടറാണ് നമ്മുടെ ഈ ഡിപ്രഷൻ ടൈമിലത്തെ ഏറ്റവും റെമഡി. ആൻഡ് അവര് നമ്മളെ മനസ്സിലാക്കുന്നത്. അതിനാണ് ശരിക്കും പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. ഈവൻ ഞാൻ തുറന്നു പറയുന്നത്, എൻ്റെ അപ്പനും അമ്മയും ആ ടൈമിൽ എന്നെ മനസ്സിലാക്കിയതിന് എൻ്റെ ഒരു 100 അല്ല 1000 അല്ല 10000 അല്ല എനിക്കറിയില്ല, അൺകൗണ്ടബിൾ ടൈംസ് മോർ എൻ്റെ ഹസ്ബൻഡിന്റെ അപ്പനും അമ്മയും എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അവരില്ലെങ്കിൽ ഞാനില്ല എന്ന് തന്നെ പറയാം. ഇന്നത്തെ ഒരു കണ്ടീഷനിൽ നീ മരിക്കില്ല. ബിക്കോസ് ഞാൻ തന്നെ പറഞ്ഞല്ലോ, എനിക്ക് പ്രാന്താണ്, എൻ്റെ സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക എന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മായിമാനെ വിളിച്ചിട്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്റെ ചുറ്റുള്ള ഫാക്ടേഴ്സ് അത് നല്ല മാതിരി കൂട്ടാനുള്ള കാര്യങ്ങളായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ വാസ് ഹാപ്പി വെൻ ഐ റീച്ച് ബാക്ക് ടു മൈ ഹസ്ബൻഡ്സ് ഹോം. ബിക്കോസ് അവരുടെ ഒരു സ്നേഹവും കരുതലും അതൊരു വല്ലാത്തൊരു ഇമോഷൻ തന്നെയായിരുന്നു. ആൻഡ് ഇറ്റ് മെയ്ഡ് മീ ബാക്ക് ടു നോർമൽ. പിന്നെ അടുത്തൊരു കാര്യം, നിങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ജോലിയും ചെയ്യാതെ അതിൽ തന്നെ അങ്ങ് ഇരിക്കാത്തതല്ലാതെ നമുക്കൊന്ന് റിക്കവറി വേണം എന്ന് നമുക്കൊരു സ്വയം ഒരു ആഗ്രഹം വേണം. ഇതാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. എന്താണ് സംഭവം ഇന്നത്തെ എല്ലാവിധ പെണ്ണുങ്ങൾക്കും അറിയാം. സോ പ്രശ്നം ഇതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്ലോലി നമ്മൾ തന്നെ നമ്മളെ വെൽ എക്യുപ്ഡ് ആക്കണം. നമ്മളുടെ ടൈം നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. പ്രസവിച്ച 45 ദിവസം നിങ്ങൾ ഫുൾ റെസ്റ്റ് എടുത്തോളൂ. അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ബോഡീനെ ഓക്കെ ആക്കണം. അത് ഓക്കെ ആക്കിയില്ലെങ്കിൽ ഈ ഡിപ്രഷൻ അതൊക്കെ കൂടാനായിട്ട് കാരണമാവും. സോ 90 ദിവസം ഇറങ്ങാണ്ട് കിടന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണം. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ വെച്ച് എണീറ്റ് നിൽക്കാൻ ആരോഗ്യം ഉണ്ടെങ്കിൽ 45 ഡേയ്സിന് ശേഷം നിങ്ങൾ അത് ചെയ്യണം. ആ എക്സസൈസുകളും ആ ബ്രീത്തിങ് എക്സസൈസും എല്ലാം നമുക്ക് ഒരുപാട് പോസിറ്റിവിറ്റി തരും. സോ ഇതാണ് എൻ്റെ പോസ്റ്റ്മോർട്ടം എക്സ്പീരിയൻസ്. ഞാൻ അതിനെ ഓവർകം ചെയ്തതും ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. ബൈ.